കിനാവിന്റെ തീരത്ത് ഭാഗം 86-87. ശ്രീകുട്ടിയുടെ പഠിപ്പ് ഈ കൊല്ലം കഴിയും. പിന്നെ വേറെ ബാധ്യതകളൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഈ വീട് പണയപ്പെടുത്തി കുറച്ച് കാശെടുക്കാമെന്ന് അവൻ പറയുന്നത്. അത് കഴിഞ്ഞ് വീടങ്ങ് പൊളിച്ചു പണിയാമെന്ന്. നമുക്ക് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ നല്ല വീടില്ലാത്തത്. എന്താ നിന്റെ അഭിപ്രായം? പ്രതീക്ഷയോടെ സതി അവനോട് ചോദിച്ചു. ഇതിലിപ്പോ എന്റെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം എന്താ? ശ്രീജിത്തിന് അങ്ങനെയൊരു താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യണം. അതിന് ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. അങ്ങനെയല്ല, നിന്നോട് ചോദിക്കണം. ഇനി ശ്രീകുട്ടിയുടെ പഠിത്തം കഴിയുമ്പോൾ ആ ചെലവ് തീരുമല്ലോ. അവൻ പറയുന്നത് അടവൊക്കെ ഏകദേശം 10-23,000 രൂപ വേണ്ടിവരുമെന്നാ. ശ്രീകുട്ടിയുടെ പഠിത്തത്തിന് വേണ്ടി നീ മാസം 25,000 രൂപ വെച്ച് ചെലവാക്കുന്നില്ലേ? ആ പൈസ മാറ്റിവെച്ച് വീട് നമുക്ക് പണിതെടുക്കാവുന്നല്ലേ ഉള്ളൂ. സതി താല്പര്യത്തോടെ പറഞ്ഞു. ഈ വീട്ടിലെ മൂത്ത മകൻ എന്ന നിലയിലാണ് അമ്മ എന്നോട് അഭിപ്രായം ചോദിച്ചതെങ്കിൽ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിന് പണം ചെലവാക്കേണ്ട ആളെന്ന നിലയിലാണ് അമ്മ എന്റെ അഭിപ്രായം ചോദിച്ചെങ്കിൽ അതിന് മറുപടി ഞാൻ ഇപ്പോൾ തന്നെ പറയാം. ഇനി ഈ വീടിനു വേണ്ടി ഒരു 10-12 വർഷം കൂടി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടാൻ എനിക്ക് പറ്റില്ല. ഞാൻ അടയ്ക്കുമെന്ന പ്രതീക്ഷയിലേ ഈ വീട് പുതുക്കി പണിയാനായിട്ട് നിൽക്കുകയും വേണ്ട. ശ്രീജിത്തിനും ഭാര്യയ്ക്കും ജോലിയുണ്ട്. അവർ രണ്ടുപേരും കൂടി ശ്രമിച്ചാൽ ഈസി ആയിട്ട് മാസം 23,000 രൂപ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ രമ്യയുടെ ബാങ്കിൽ നിന്ന് ലോണും കിട്ടും. പലിശയും കുറവായിരിക്കും. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ. പക്ഷെ ഞാനുമായിട്ട് അതിനെ ബന്ധിപ്പിക്കണ്ട. എങ്ങനെയെങ്കിലും ശ്രീകുട്ടിയുടെ പഠിത്തം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നിർത്തിപ്പോരണോ എന്ന് വിചാരിക്കുന്നത്. കയ്യിലുള്ള സമ്പാദ്യങ്ങളൊക്കെ വെച്ച് ഇവിടെ എന്തെങ്കിലും തുടങ്ങണം. പിന്നെ എനിക്കൊരു വീട് വെക്കണം. അതല്ല, ഞാൻ ഈ വീട് പുതുക്കി പണിയാനാണെങ്കിൽ അമ്മ ഈ വീട് എന്റെ പേരിൽ എഴുതി തരുമോ? പെട്ടെന്നുള്ള സുധിയുടെ ആ സംസാരം കേട്ട് സതി ഞെട്ടിപ്പോയിരുന്നു. നീ എന്താ സുധി പറയുന്നത്? അങ്ങനെ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ? നാട്ടുനടപ്പ് അങ്ങനെ അല്ലല്ലോ. നാട്ടുനടപ്പ് പോലെയാണോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്? അല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഈ വീടും പുതുക്കി പണിത് ഇതിനുവേണ്ടി 10 വർഷം പിന്നെയും എന്റെ ആരോഗ്യം അന്യരാജ്യത്ത് ഹോമിച്ചിട്ട് എനിക്ക് എന്തു ഗുണം കിട്ടുമെന്ന് അമ്മ പറയുന്നത്? ഈ വീട് അമ്മ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്രീജിത്തിനാണ്. അപ്പൊ പിന്നെ അത് ശരിയായിട്ട് മാറ്റി പണിയേണ്ടതും അവന്റെ കടമയാണ്. ഞാൻ 1-2 വർഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട ആളാണ്. അപ്പൊ പിന്നെ ഞാൻ ഈ വീടിനു വേണ്ടി പണം മുടക്കണമെന്ന് അമ്മ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. സുധി, നീ പണ്ടൊന്നും ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നില്ല. നിന്റെ മാറ്റം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കൊണ്ട് നീ ഇത്ര പെട്ടെന്ന് മാറിയെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മീരയെ നോക്കി അർത്ഥം വെച്ച് അവർ പറഞ്ഞു. അതിനർത്ഥം എന്താണെന്ന് അമ്മ സ്വയം ചോദിച്ചു നോക്കൂ. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ വീടിനു വേണ്ടിയാ കഷ്ടപ്പെട്ടിട്ടുള്ളത്. ചെയ്തതിനും കൊടുത്തതിനും ഒന്നും ഞാൻ ഇതുവരെ കണക്ക് വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള സ്നേഹമോ ആത്മാർത്ഥതയോ ഈ വീട്ടിലുള്ള ആരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ കുറ്റം കൂടി അമ്മ ഇവളുടെ മണ്ടയിൽ കെട്ടിവെക്കണ്ട. ഇതെന്റെ തീരുമാനമാണ്. ജീവിതകാലം മുഴുവൻ ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടണോ? അമ്മയുടെ മോൻ തന്നെയാണ് ഞാൻ. ശ്രീജിത്തിനെ പോലെ തന്നെ എനിക്കുമുണ്ട് ആഗ്രഹം. എന്റെ വീട്ടിൽ നിൽക്കണം, എന്റെ നാട്ടിൽ താമസിക്കണം എന്നൊക്കെ. അമ്മ ഞാൻ ഈ വീടിനു വേണ്ടി നുകം വലിക്കുന്ന വെറും ഒരു കാളയാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് എന്റെ തലയിലേക്ക് വെക്കാൻ തുടങ്ങുന്നു. ശ്രീകുട്ടിയുടെ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അടുത്ത ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന്. അങ്ങനെ ജീവിതകാലം മുഴുവൻ ഞാൻ അവിടെ തന്നെ നിൽക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണം. ഇത്രയൊക്കെ ഞാൻ ഇവിടെ ചെയ്തിട്ടും എന്റെ ഭാര്യയ്ക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പോലും സാധിക്കുന്നില്ല. എന്തിന്? ഇവളുടെ മോനത്തിന് വില പറയാൻ വരെ ഇവിടെ ആൾക്കാരുണ്ട്. സുധിയേട്ടാ, ഒരു താക്കീത് പോലെ മീര അവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. നീ എന്തൊക്കെയാ സുധി പറയുന്നത്? ഈ ഊരുംപ്പെട്ടവൾ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നിന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഏതായാലും നല്ല രീതിയിൽ തന്നെ നിന്നോട് പറഞ്ഞു തന്ന് നിന്നെ മാറ്റിയെടുത്തിട്ടുണ്ടവൾ. എന്നോടിങ്ങനെയൊന്നും നീ ഇതുവരെ സംസാരിച്ചിട്ടില്ല. സതി ദേഷ്യത്തോടെ പറഞ്ഞു. സംസാരിപ്പിച്ചതാണമ്മ, ആരും മാറ്റിയെടുപ്പിച്ചതല്ല. ഞാൻ ആരുടെയും കളിക്കുട്ടിയല്ല. തെറ്റും ശരിയും കണ്ട് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബോധമൊക്കെ എനിക്കുണ്ട്. മീരയോടെ ഇടപെടുന്നത് പോലെ എന്നെങ്കിലും അമ്മ രമ്യയോട് ഇടപെട്ടിട്ടുണ്ടോ? ഇടപെട്ടാലേ വിവരം അറിയും. ശ്രീജിത്ത് അപ്പം തന്നെ അതിന് മറുപടിയും പറയും. ഞാൻ ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മ എന്തു പറഞ്ഞാലും മിണ്ടാതെ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എനിക്കിവിടെ സമാധാനമില്ലാതെ ഇങ്ങനെ തിരിച്ചു പോരേണ്ടി വന്നത്. കടൽ കടന്നു പോന്ന ഏതൊരു പ്രവാസിയും അവന്റെ ഭാര്യയെ സ്വന്തം വീട്ടിൽ നിർത്തിയിട്ട് പോകുമ്പോൾ ഒരു സമാധാനം കിട്ടും. അവൻ കൂടെയില്ലെങ്കിലും അവന്റെ പ്രിയപ്പെട്ടവരെ അവൾക്കൊരു സമാധാനമാണല്ലോ എന്ന്. എല്ലാവരും ആ ഒരു വിശ്വാസത്തിൽ തന്നെയാ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുന്നതിന് മുൻപേ എത്തും ഓരോ പരാതികളും. മീരയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളും അവളായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല.
അല്ലാതെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. അത് തന്നെ കേട്ട് വയറ് നിറഞ്ഞു. ഇനി അവിടെ അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് കൂടി എന്നോട് പറഞ്ഞാൽ മൊത്തം പൂർത്തിയാകും. രമ്യയോട് അമ്മ ഇതൊന്നും പറയാതിരിക്കുന്നത് അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ശ്രീജിത്തിനോടുള്ള ബഹുമാനം കൊണ്ട്, അവനോടുള്ള ഭയം കൊണ്ട്. ആ ബഹുമാനവും സ്നേഹവും ഭയവും ഒന്നും അമ്മയ്ക്ക് എന്നോടില്ല. അമ്മയുടെ കാഴ്ചയിലെ ഈ കുടുംബത്തിനു വേണ്ടി ജോലിയൊക്കെ ചെയ്യുന്ന ഒരു വേലക്കാരന്റെ സ്ഥാനം മാത്രമേ അമ്മ എനിക്ക് തന്നിട്ടുള്ളൂ. എനിക്കില്ലാത്ത വില എന്റെ ഭാര്യയ്ക്ക് ഈ വീട്ടിൽ കിട്ടില്ല. ഇത്രയ്ക്കങ്ങ് പറയാനും വേണ്ടി നീ ഈ വീടിനു വേണ്ടി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? വീട്ടിൽ അച്ഛനില്ലാതെ വരുമ്പോൾ മൂത്ത മക്കളാണ് ബാക്കി എല്ലാവർക്കും തുണയാവേണ്ടത്. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതിനത്ര കണക്ക് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. സതിക്കും ദേഷ്യം വന്നു. ഞാനേ കണക്ക് പറയാൻ തുടങ്ങിയിട്ടില്ല അമ്മേ. ഞാൻ കണക്ക് വെക്കാറില്ല ഒന്നിനും. അതുകൊണ്ട് തന്നെ കണക്ക് പറയാൻ എനിക്കറിയേയില്ല. ഞാൻ കണക്ക് പറഞ്ഞു തുടങ്ങിയ അതിവിടെ നിൽക്കില്ല. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. നിനക്ക് തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ആലോചിച്ച് തന്നേക്കാം. ഇനി നീ ഈ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടണ്ട. പ്രശ്നം തീർന്നല്ലോ. പെട്ടെന്ന് സതിയുടെ ആ വാക്ക് കേട്ടപ്പോൾ സുധിയിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞിരുന്നു. അവർ എടുത്തടിച്ചതുപോലെ അങ്ങനെ സംസാരിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വല്ലാത്തൊരു പ്രഹരം തന്നെയാണ് ആ വാക്കുകളിൽ നിന്നും അവൻ ഏൽക്കേണ്ടി വന്നത്. തന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണെങ്കിൽ പോലും അവർ തന്നെ ആശ്വസിപ്പിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ അവരുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു ആ നിമിഷം ചെയ്തത്. ചുരുക്കം പറഞ്ഞാൽ പൈസ ചെലവാക്കാനില്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കണ്ട എന്നാണ് അമ്മ പറഞ്ഞത്. കണ്ണുകൾ നിറയാതിരിക്കാൻ ആവതും സുധി ശ്രമിച്ചു. അപ്പോ അമ്മ പറയുന്നത് ഇവിടേക്ക് പൈസ ചെലവാക്കാനുള്ള മനസ്സില്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കണ്ട എന്നാണ് അല്ലേ? അവൻ തുറന്നു ചോദിച്ചു. അപ്പോ എന്തു മറുപടി പറയണമെന്ന് സതിക്കും അറിയില്ലായിരുന്നു. പിന്നെ നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആരുടെയോ വാക്ക് കേട്ട് കണക്ക് പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എന്ത് കണക്ക് പറഞ്ഞെന്നാണ് അമ്മ പറയുന്നത്? എനിക്കിനി ഇവിടുത്തെ ബാധ്യതകൾ ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതാണോ ഒരു കണക്ക് പറച്ചിലായിട്ട് അമ്മ കരുതിയത്? അമ്മയ്ക്ക് ഞാൻ മാത്രമാണോ മകനായിട്ടുള്ളത്? ഈ വീടിന്റെ പണിക്കാര്യം കൂടി ഞാൻ നോക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ എനിക്ക് ജീവിതത്തിൽ ഒരു സമ്പാദ്യവും വേണ്ടെന്നാണോ അമ്മ പറയുന്നത്? നീ നിന്റെ ഭാര്യയും കൂടി സമ്പാദിക്കൂ, അപ്പൊ പ്രശ്നം തീർന്നല്ലോ. താൽപ്പര്യമില്ലാതെ പറഞ്ഞുകൊണ്ട് അവർ എഴുന്നേറ്റ് പോയപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സുധി. അവൻ തകർന്നിരിക്കുകയാണെന്ന് മീരയ്ക്ക് മനസ്സിലായിരുന്നു. അലിവോടെ അവന്റെ തോളിൽ അവളൊന്ന് തൊട്ടു. സാരമില്ല സുധിയേട്ടാ, അമ്മ ചിലപ്പോ ആ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. സുധിയേട്ടൻ കാര്യമായിട്ട് വെക്കണ്ട. ഇപ്പോഴെങ്കിലും അമ്മയുടെ മനസ്സിലുള്ളത് അറിയാൻ സാധിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. അത്രയും പറഞ്ഞവൻ എഴുന്നേറ്റപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു മീരയും. എന്തു പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കണമെന്ന് അവൾക്കും അറിയുമായിരുന്നില്ല. ഈ സമയം പിന്നാമ്പുറത്തേക്കിറങ്ങിയ സതി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫോണിൽ വിളിച്ച് സുഗന്ധിയെ അറിയിക്കുന്ന തിരക്കിലായിരുന്നു. അമ്മ ഇപ്പോൾ അങ്ങനെ പറയണ്ടായിരുന്നു. ശ്രീകുട്ടിയുടെ പഠിത്തം കഴിയുന്നത് വരെയെങ്കിലും സുധിയേട്ടനെ വെറുപ്പിക്കാതിരിക്കാമായിരുന്നു നല്ലത്. സുഗന്ധി ഒരു ഉപദേശം പോലെ പറഞ്ഞു. അവളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് കെട്ടിച്ചു വിട്ടതിനു ശേഷം പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അവന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് എന്നെ കൊച്ചാക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നതിന് ഒരു പരിധിയില്ലേടി. സതിയുടെ ദേഷ്യം അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരം വിനോദിന്റെ അരികിലേക്ക് പോയ സുധി കുറച്ചധിക സമയം അവന്റെ അരികിൽ തന്നെ ഇരുന്നു. മീരയെ ഇടയ്ക്ക് വിളിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതിയെന്നും താൻ അപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മീര അവനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനിടയിൽ അടുക്കളയിൽ കയറി തന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ജോലികളൊക്കെ മീരയും ചെയ്തിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സതി പറയാൻ പോകുന്നത് അതായിരിക്കുമെന്ന് അവൾക്കുറപ്പായിരുന്നു. രമ്യ വന്നപ്പോൾ മീരയെ നോക്കി ഒരു മങ്ങിയ ചിരി ചിരിച്ചു. അവളും തിരിച്ചൊന്ന് ചിരിച്ചു കാണിച്ചു. മോളാണെങ്കിൽ രമ്യയുടെ വീട്ടിലാണ്. ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രായം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആർക്കു വേണമെങ്കിലും കൊണ്ടു നിർത്താൻ താൽപ്പര്യമാണ്. അതിനു മുൻപ് രമ്യയുടെ വീട്ടുകാരുപോലും ഇവിടെയൊക്കെ വരുമായിരുന്നില്ലെന്ന് മീര ഓർമ്മിച്ചു. ശേഷം തനിക്ക് പഠിക്കാനുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിക്കുവാനായി അവൾ മുറിയിലേക്ക് പോയി. ഇതിനിടയിൽ മാധവിയെ വിളിക്കുകയും ചെയ്തു. വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും തന്നെ അവൾ മാധവിയോട് പറഞ്ഞിരുന്നില്ല. വെറുതെ അവരെ കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിരുന്നു. ഈ സമയം തകർന്നിരിക്കുകയാണ് സുധി. വിനോദിനോട് മനസ്സ് തുറക്കുമ്പോൾ അവനിൽ ഒരു ഞെട്ടലും കണ്ടില്ല. അവനിതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ സുധിക്ക് തോന്നി. നിനക്കിതൊന്നും കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? എനിക്കെന്ത് തോന്നാനാ? സാധാരണ എല്ലാ പ്രവാസികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അത് തന്നെ നിനക്ക് സംഭവിച്ചു. എനിക്കിതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇത് കുറച്ച് നേരത്തെ ആയി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സാധാരണ കയ്യിലുള്ള സമ്പാദ്യമെല്ലാം തീർന്ന് ചണ്ടിയാകുമ്പോഴാണ് ഓരോ പ്രവാസികളും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. നീ കുറച്ചുകൂടി നേരത്തെ മനസ്സിലാക്കി. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. നിന്റെ അമ്മയും സഹോദരങ്ങളൊന്നും
ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷെ നനഞ്ഞ ഇടം കുഴിക്കാൻ അവർക്കുള്ള കഴിവ് എത്ര നല്ലതായിട്ടുള്ളതാണെന്ന് എനിക്ക് നിന്നെക്കാളും നന്നായി അറിയാം. ഏതെങ്കിലും ഒരമ്മ സ്വന്തം മകനെ 2ാം കെട്ടുകാരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുമോ? നിന്റെ അമ്മ ആ വിവാഹത്തിന് മുൻകൈ എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് അവരുടെ ലക്ഷ്യം മോനല്ല പണമാണെന്ന്. പിന്നെ നിന്റെ അമ്മയെക്കുറിച്ച് ഞാൻ നിന്നോട് കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ഇത് കുറ്റമല്ല. ഞാൻ എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും. അതിപ്പോൾ നീയാണെങ്കിലും ശരി, നിന്റെ അമ്മയാണെങ്കിലും ശരി. ഇപ്പോഴെങ്കിലും നിനക്ക് തലയ്ക്ക് ബോധം വന്നെങ്കിൽ നീ ഇനിയെങ്കിലും നിനക്ക് വേണ്ടി ജീവിക്കാൻ നോക്ക്. പണ്ടു മുതലേ ഞാൻ നിന്നോട് പറയും, ഇങ്ങനെ നീ ചെലവാക്കരുത്, നിനക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റിവെക്കണമെന്ന്. നീ കണ്ട കാലം മൊത്തം അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നിന്റെ ബാങ്ക് ബാലൻസ് എത്ര രൂപ കാണും? 1,00,000 രൂപയെങ്കിലും തികച്ചെടുക്കാൻ കാണുമോ? ഭാവിയിലേക്കുള്ള നിന്റെ കരുതലെന്താ? ഒരു LIC അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിട്ടി? അങ്ങനെ ഒന്നുമില്ലല്ലോ. എല്ലാം നീ വീടിനു വേണ്ടിയല്ലേ ചെലവാക്കിയത്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് അവസാനം കിട്ടുന്ന ഒരു ചെല്ലപ്പേരാണ് കഴിവ് കെട്ടവനെന്ന്. ഇന്ന് നിന്റെ അമ്മ ചോദിച്ചില്ലേ നീ എന്ത് കാര്യമാണ് വീടിനു വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും അവസാനം ബാക്കിയാവാൻ പോകുന്നത്. ഇനിയെങ്കിലും നീ നിനക്ക് വേണ്ടി ജീവിക്ക്. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ നമുക്കും കൂടി പ്രാധാന്യം കൊടുക്കണം. സുധി, എന്തൊക്കെ പറഞ്ഞാലും, സ്വന്തക്കാരാണെന്ന് പറഞ്ഞാലും കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആ നിമിഷം തീരുന്ന ബന്ധങ്ങളെ ഈ ഭൂമിയിലുള്ളൂ. അവൻ പറഞ്ഞതിൽ പലതും സത്യമാണെന്ന് സുധി ഓർത്തു. എത്ര വർഷമായി താൻ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നു. തനിക്ക് സമ്പാദ്യമെന്ന് പറയാൻ എന്താണുള്ളത്? സ്വന്തമായി ഒന്നുമില്ല. നാളെ ഈ ജോലി നഷ്ടപ്പെട്ടാൽ സ്വന്തം കുടുംബത്തിൽ പോലും യാതൊരു വിലയുമില്ലാതെ മാറ്റി നിർത്തപ്പെടേണ്ടവനാണ്. പറയത്തക്ക പോലെ ഒരു സമ്പാദ്യവും തന്റെ കയ്യിലില്ല. വിനോദ് പറഞ്ഞതുപോലെ 1,00,000 രൂപ അടുപ്പിച്ചുള്ള ഒരു ബാങ്ക് ബാലൻസ് പോലും ഇത്രയും വർഷം ജോലി ചെയ്തിട്ടും തന്റെ കൈകളിലില്ല. എല്ലാ ശമ്പളവും അതേ മാസം തന്നെ തീർക്കുകയാണ് ചെയ്യാറുള്ളത്. എല്ലാവർക്കും കൊടുക്കാൻ വലിയ ഉത്സാഹമായിരുന്നു. എന്നാൽ തന്നെ എല്ലാവരും കണ്ടിരുന്നത് ഒരു മെഷീൻ പോലെയാണെന്നറിയുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നുണ്ടെന്ന് അവൻ ഓർത്തു. പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും കുറേ തവണയായി കോളുകൾ വരുന്നത് കണ്ടുകൊണ്ടാണ് സൈലന്റിൽ കിടന്ന ഫോൺ മീര ശ്രദ്ധിച്ചു നോക്കിയത്. നോക്കിയപ്പോൾ 3ലധികം മിസ് കോളുകൾ വന്നു കിടപ്പുണ്ട്. ആരാണെന്നറിയാതെ അവൾ ആലോചിച്ചു നിൽക്കുമ്പോൾ അതേ നമ്പറിൽ നിന്ന് വീണ്ടും ഫോൺ വരുന്നുണ്ട്. അത്യാവശ്യക്കാർ ആരോ ആണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നു. ഹലോ, മീര? ആരാണെന്ന് മനസ്സിലായോ? മറുപുറത്തു നിന്നും കേട്ട ശബ്ദം അവളെ ഞെട്ടിപ്പിച്ചു. എത്ര നാളുകൾ കഴിഞ്ഞാലും ആ ശബ്ദം മറക്കാൻ സാധിക്കില്ല. ഒരു കാലത്ത് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ആ ശബ്ദം. അർജുൻ. അറിയാതെ അവളുടെ അധരങ്ങൾ ആ പേര് മന്ത്രിച്ചിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.